നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ാം തീയതി നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ് ഈ പ്രഖ്യാപനം. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. അതുപോലെ മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയനും ചേരും. അതായത് ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 വ്യാഴാഴ്ചയാണ്. ജൂൺ 23-ന് വോട്ടെണ്ണൽ നടക്കും. നാളെ മുതൽ പെരുമാറ്റച്ചട്ടം, ഔപചാരികമായ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. പി.വി. അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രാഥമികമായ ചർച്ചകൾ നടത്തിയിരുന്നു. മാത്രമല്ല ഒരുപാട് സമയമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും ചേരും. ഷബീദാണ് ഈ വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്തത്. പറയൂ ഷബീദ്. നമ്മൾ കാത്തിരുന്ന രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആശങ്കകൾ രാഷ്ട്രീയ മുന്നണികൾക്കുണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം മറ്റു സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീയതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന് നടക്കും. വോട്ടെണ്ണൽ ജൂൺ 23-ന് നടക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2-ആണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-ആണ്. അതായത് വിരലിലെണ്ണി പറഞ്ഞാൽ 30 ദിവസത്തിൽ താഴെ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നാളെ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമ്മൾ കാത്തിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ട്രയൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പി.വി. അൻവർ, അതായത് ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച പി.വി. അൻവർ രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പരസ്യമായി എതിർത്ത് പാർട്ടിയിൽ നിന്നും അതേപോലെ തന്നെ മുന്നണിയിൽ നിന്നും ഒക്കെ പിണങ്ങിപ്പോയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഒഴിവൊന്ന സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അതിന് വലിയ വലിയ രാഷ്ട്രീയ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അത് LDF-ഉം UDF-ഉം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ച് അവരുടെ അഭിമാന പോരാട്ടം എന്നുള്ളതിൽ തർക്കമില്ല. UDF-നെ സംബന്ധിച്ച് അവർക്ക് ആ സീറ്റ്, അതായത് പി.വി. അൻവറിന്റെ അസ്വാരസ്യങ്ങളും ഈ LDF-ഉമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അകൽച്ചയുമൊക്കെ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. സ്വാഭാവികമായും അത് പ്രയോജനപ്പെടുത്തുക, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കും UDF-ന്റെ മുൻപിലുള്ള ഏക ലക്ഷ്യം. മാത്രമല്ല ഇതിനോടകം തന്നെ മുന്നണികൾ നിലമ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമാണെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കം വേണ്ട. അവർ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പ് തീയതി എന്നുള്ള കാര്യത്തിൽ. പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ച് അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A. വിജയരാഘവന്റെ ചുമതലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിനാണ്. അവർ ഇതിനോടകം തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിൽ ഒരു മന്ത്രി, 3 MLA എന്ന കണക്കിൽ നിലമ്പൂരിൽ പ്രചരണം നടത്താനാണ് LDF-ന്റെ തീരുമാനം. ഇതിനോടകം തന്നെ വാർഡ് തലത്തിലടക്കമുള്ള രാഷ്ട്രീയ യോഗങ്ങൾ അവർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് പി.വി. അൻവറിന് കൊടുക്കുന്ന ഒരു മറുപടി കൂടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF-നെ സംബന്ധിച്ച് പി.വി. അൻവറിന്റെ പിന്തുണ അവർക്ക് നിലമ്പൂരിലുണ്ട്. അപ്പോഴും പി.വി. അൻവർ മുന്നോട്ട് വയ്ക്കുന്ന കാൻഡിഡേറ്റ് എന്നുള്ള പ്രശ്നം അതെങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കപ്പെട്ടു എന്നൊക്കെ സണ്ണി ജോസഫ് ഒക്കെ പറഞ്ഞു. പക്ഷേ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട പേരുകളിലേക്ക്, അവരുടെ DCC പ്രസിഡന്റ് അടക്കം 2 പ്രധാനപ്പെട്ട പേരുകളിലേക്ക് ഇതിനോടകം തന്നെ നിലമ്പൂരിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു രാഷ്ട്രീയ ക്ലൈമാക്സ് ആണ്. ആരാകും സ്ഥാനാർത്ഥി? അതായത് ഈ സീറ്റ് നിലനിർത്താൻ പി.വി. അൻവറിന് മറുപടി കൊടുക്കാൻ LDF-ന് ആരാകും കാൻഡിഡേറ്റ്? UDF-നെ സംബന്ധിച്ച് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ, അവരുടെ കോട്ട കാക്കാൻ, അല്ലെങ്കിൽ അവരുടെ കോട്ടയിൽ അവർക്ക് ചൂടുറപ്പിച്ച് വീണ്ടും നിൽക്കാൻ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം അടുത്ത മണിക്കൂറുകളിൽ നമുക്കൊരു സൂചനകളായി പുറത്തു വരികയും ചെയ്യും. SK